ഓക്കെ, അടുത്തത് വേറൊരു എക്സാമ്പിൾ. L is equal to set a raised to n b raised to n where n greater than or equal to 1. ഇതിൻ്റെ കറസ്പോണ്ടിങ് സെറ്റ് തന്നിരിക്കുന്ന ലാംഗ്വേജ് റെഗുലർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലിനകത്ത് വരുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എ ബി എന്ന് വരും. എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എ എ ബി ബി എന്ന് വരും. എന്നിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 എ 3 ബി ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ലാംഗ്വേജിൻ്റെ സെറ്റുകളാണ് വരുന്നത്. ഇതിൽ നമ്മൾ കറസ്പോണ്ടിങ് ഒരു സ്ട്രിങ് എടുക്കുന്നു. ആ സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് എന്താണ്, ഇത് റെഗുലർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇസഡ് ഇസ് ഈക്വൽ ടു, ജസ്റ്റ് നമ്മൾ ഇമാജിൻ ഇസഡ് ഇസ് ഈക്വൽ ടു എ എ ബി ബി എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ബാക്കി എൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് എം ആണ്. അത് പമ്പിംഗ് ലെമ്മ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എം. അതിൽ കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത് എൻ എന്ന് പറയുന്നത് എം, ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അതിനകത്ത് ഇസഡ് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ഇസഡിനെ ബ്രേക്ക് ചെയ്ത് യു വി ഡബ്ല്യു എന്ന ഫോമിലാക്കുന്നു. എന്നിട്ട് നമ്മൾ കറസ്പോണ്ടിങ് വിയുടെ മോഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ, അതുപോലെ മോഡ് ഓഫ് യു വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ എന്നുള്ള കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് ആദ്യം നമുക്ക് കിട്ടുന്ന ലാംഗ്വേജ് എന്തായിരുന്നാലും നമ്മൾ അതിനെ റെഗുലർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത് അത് റെഗുലർ ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പമ്പിംഗ് ലെമ്മ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് തന്നെയാണ്. ദെൻ അതിനകത്തുനിന്ന് ഒരു ഇസഡ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നു. ആ ഇസഡ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് എപ്പോഴും നമ്മൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിന് ഗ്രേറ്ററോ ഇക്വലൻറ്റോ ആണോ എന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് യു വി ഡബ്ല്യു ആക്കുന്നു. അതിൽ മോഡ് ഓഫ് വി അല്ലെങ്കിൽ ലെങ്ത് ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അതുപോലെ ലെങ്ത് ഓഫ് യു വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇതെല്ലാം നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അടുത്തത് നമ്മൾ പറയുന്നത് ഐ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഫോർ ഓൾ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 സ്ട്രിങ് യു വി റൈസ് ടു ഐ ഡബ്ല്യു എന്ന് പറയുന്നതും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലിലാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ട്രിങ്ങും എല്ലാണെങ്കിൽ ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് റെഗുലർ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഐക്ക് ഓരോന്നും വാല്യൂ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത് എ എ ബി ബി എന്നെടുത്തിട്ട് നമ്മളതിനെ കട്ട് ചെയ്യുന്നു. നമ്മുടെ യു എന്ന് പറയുന്നത് എ എ എന്നും വി എന്ന് പറയുന്നത് ബി എന്നും ഡബ്ല്യു എന്ന് പറയുന്നത് ബി. കാരണം ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് എ എ ബി ബി എന്ന് പറയുന്ന സ്ട്രിങ്ങാണ് എടുത്തത്. അതിൽ യുവിന് ആദ്യത്തെ 2 എ എ, വി എന്ന് പറയുന്നത് ബി, ഡബ്ല്യു എന്ന് പറയുന്നത് ബി. ഇനി നമ്മുടെ ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മോഡ് ഓഫ് വി എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ലെങ്ത് ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. യു വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. ഇനി നമ്മൾ ഐക്ക് ഓരോ വാല്യൂസ് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് നമുക്ക് അത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ഐ ഇസ് ഈക്വൽ ടു 0. ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ യു വി റൈസ് ടു ഐ ഡബ്ല്യു എന്നാണ്. അപ്പോൾ ഇതെന്താവും 0 ആവും. ദറ്റ് ഇസ് യു ഡബ്ല്യു. യു എന്തായിരുന്നു, എ എ ആയിരുന്നു. ഡബ്ല്യു എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ഇത് നമ്മുടെ അസംഷൻ അനുസരിച്ച് ഇത് എന്തിലുള്ളതല്ല, ആ ലാംഗ്വേജിനകത്തില്ല. കാരണം എന്താണ്, ഒരേ നമ്പർ ഓഫ് എ ഒരേ നമ്പർ ഓഫ് ബി തന്നെ വരണമെങ്കിൽ മാത്രമേ ആ ലാംഗ്വേജിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ലാംഗ്വേജ് എ റൈസ് ടു എൻ ബി റൈസ് ടു എൻ ആണ്. എൻ എന്ന് പറയുന്നതിന് വാല്യൂ കൊടുക്കുമ്പോൾ എയുടെയും ബിയുടെയും എണ്ണം എന്ന് പറയുന്നത് തുല്യമായിരിക്കും എപ്പോഴും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഐക്ക് 0 കൊടുത്തപ്പോൾ കിട്ടിയത് എ എ ബി ആണ്. എയുടെ എണ്ണത്തിന് തുല്യമല്ല ബി. അപ്പോൾ തന്നെ നമുക്ക് പറയാം നമ്മുടെ അസംഷൻസ് തെറ്റായി. ഈ ഒരു എ റൈസ് ടു എൻ ബി റൈസ് ടു എൻ എന്ന് പറയുന്നതിൽ ഐക്ക് 0 കൊടുക്കുമ്പോൾ എന്തിൽ വരുന്നില്ല, അസംഷൻസ് ഫോളോസ് ആയതുകൊണ്ട് ലാംഗ്വേജ് റെഗുലർ അല്ല. ഓക്കെ, വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം.
വേറെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുന്ന ലാംഗ്വേജ് L is equal to 0 raised to m, 1 raised to n, 0 raised to m plus n, where m എന്ന് പറയുന്നത് greater than or equal to 1 and n is also greater than or equal to 1. m ഉം n ഉം greater than or equal to 1 ആണ്. അങ്ങനെയാണെങ്കിൽ 0 raised to m, 1 raised to n, 0 raised to m plus n എന്ന് പറയുന്നത് റെഗുലർ ആണോ അല്ലയോ എന്ന് പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അസ്യൂം ചെയ്യുന്ന ആദ്യത്തെ കണ്ടീഷൻസ് എല്ലാം അത് തന്നെ. Z എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ചൂസ് ചെയ്യുന്നു. n എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, n എന്ന് പറയുന്നത് നമ്മുടെ പമ്പിംഗ് ലെമ്മ അനുസരിച്ച് m ആണ്. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പമ്പിംഗ് ലെമ്മ അനുസരിച്ച് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ നേരത്തെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അത് അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നതാണ് n is equal to m എന്ന് പറയുന്നത്. ഇനി ലെങ്ത് ഓഫ് Z എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ് എന്ന് അസ്യൂം ചെയ്തു. നമ്മുടെ L എന്ന് പറയുന്നത് റെഗുലർ എന്ന് അസ്യൂം ചെയ്യുന്നു. ഇതാണ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത്. അസ്യൂം L is റെഗുലർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ n-നൊരു വാല്യൂ m എന്ന് പറഞ്ഞെടുക്കുന്നു. ഇനി സ്ട്രിങ് Z എടുക്കുന്നു, Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ദെൻ നമ്മുടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ Z-നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് UVW ആക്കുന്നു. ഓക്കെ, ഇനി ഈ ലാംഗ്വേജസിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 0 raised to m, 1 raised to n, 0 raised to m plus n എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ m-ന് 1, n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 0 0 1 0 0 അല്ലേ ആദ്യത്തേത്. m-നും n-നും 1 കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് m-നും n-നും 2 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ m-ന് 1ഉം n-ന് 2ഉം കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് മാറും. അപ്പോൾ നമുക്ക് വരുന്നത് 0 1 1 0 0 0. ഓക്കെ, m നമ്മൾ 1 വച്ചിട്ട് n-ന് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താണ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, m-ന് 2ഉം n-ന് 1ഉം വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 0 1 0 0 0. അങ്ങനെ നമുക്ക് m-നും n-നും ഡിഫറെൻറ്റ് വാല്യൂസ്, സെയിം വാല്യൂസ് തന്നെ കൊടുക്കണമെന്നില്ല, ഡിഫറെൻറ്റ് വാല്യൂസ്. ഒരു സമയത്ത് m-നും n-നും 2 കൊടുത്താലും സെയിം തന്നെയാണ്, m-ന് 1ഉം n-നും 2 കൊടുത്താൽ സെയിമാണ്, m-ന് 2 n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ സെയിമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് കൊടുക്കാം. എപ്പോഴും m-ഉം n-ഉം ഒരുപോലെ ആയിരിക്കണം എന്നില്ല, ഡിഫറെൻറ്റും ആവാം ഈക്വലും ആവാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ലാംഗ്വേജാണ് കിട്ടുന്നത്. ഇതിൽ നിന്ന് ഒരു ലാംഗ്വേജ് നമ്മൾ ഒരു സ്ട്രിങ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കറസ്പോണ്ടിങ് അത് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് അത് റെഗുലർ ആണോ ഇല്ലയോ എന്ന് പമ്പിംഗ് ലെമ്മ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സപ്പോസ് Z is equal to ഫസ്റ്റ് 0 1 0 0 എന്ന് പറയുന്നത് തന്നെ എടുക്കുന്നു എന്ന് വിചാരിക്കുക. Z is equal to 0 1 0 0. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മുടെ സ്ട്രിങ്ങിനെ നമ്മൾ UVW ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. U is equal to 0, V is equal to 1, W is equal to 0. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ യുവിന് 0, വിക്ക് 1, ഡബ്ല്യുവിന് 0 0 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മുടെ വി എന്ന് പറയുന്നത്, വിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. യു വിയും കൂടി ചേരുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് നമ്മുടെ അടുത്തതെന്ന് പറയുന്നത് എന്താണ്, യു വി റേസ് ടു ഐ ഡബ്ല്യു. ഇത് ലാംഗ്വേജിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ഓരോ ഐയുടെ വാല്യൂ വെച്ചിട്ടും കൊടുക്കണം. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു 0, ഐ ഇസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്ക് ഈ ഒരു കണ്ടീഷൻസ് മൊത്തം പോവും. യു ഡബ്ല്യു മാത്രമേ ഉള്ളൂ. യുവിൻ്റെ വാല്യൂ എന്തായിരുന്നു 0, ഡബ്ല്യുവിൻ്റെ വാല്യൂ 0 0. അപ്പോൾ 0 0 ഇങ്ങനെ ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇല്ല. സോ ഈ ഒരെണ്ണം ലാംഗ്വേജിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നത് റെഗുലർ അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആ ലാംഗ്വേജ് റെഗുലറാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ലാംഗ്വേജിൻ്റെ ആ തന്നിരിക്കുന്ന ഫോർമാറ്റ് അനുസരിച്ച് അതിന് വാല്യൂസ് കൊടുത്ത് കുറച്ച് ലാംഗ്വേജസിനകത്ത് സ്ട്രിങ്ങുകൾ ജനറേറ്റ് ചെയ്തിടുക.
ദെൻ എൽ എന്ന് പറയുന്നത് റെഗുലർ എന്ന് അസ്യൂം ചെയ്യുക. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എം എന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഇസഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് എടുക്കുന്നു. ഇസഡ് മോഡ് ഓഫ് ഇസഡ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഇസഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് അസ്യൂം ചെയ്യുന്നു. നമ്മുടെ ഇസഡിനെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്തു, യു വി ഡബ്ല്യു ആക്കി മാറ്റി. എന്നിട്ട് നമ്മുടെ വി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നും യു വിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെന്നും അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. യു വി റേസ് ടു ഐ ഡബ്ല്യു എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എൽ ആണോ എന്ന് നോക്കുക. എലമെൻറ്റ് ഓഫ് എൽ ആണെങ്കിൽ ദാറ്റ് ഈസ് എ റെഗുലർ ലാംഗ്വേജ് അല്ലെങ്കിൽ റെഗുലർ, അല്ലെങ്കിൽ ആ ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പറയും. അപ്പോൾ ആദ്യം ഐക്ക് വാല്യൂ 0 കൊടുക്കുക. അപ്പോൾ ഐക്ക് വാല്യൂ 0 കൊടുക്കുമ്പോൾ വി എന്ന് പറയുന്ന ടേം ഇല്ല, യുവും ഡബ്ല്യുവും മാത്രമേ ഉള്ളൂ. അത് ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ലാംഗ്വേജസിനകത്ത് നമ്മൾ കുറേ സ്ട്രിങ് എഴുതിയിട്ടുണ്ട്, അതിനകത്ത് ഇതുള്ളതാണോ എന്ന് നോക്കുക. ആണെങ്കിൽ കറസ്പോണ്ടിങ് എന്ത് ചെയ്യാം, റെഗുലർ എന്ന് പറയാം. അല്ല എങ്കിൽ അസംഷൻസ് എല്ലാം തെറ്റാണ്, ദാറ്റ് ലാംഗ്വേജ് ഈസ് നോട്ട് റെഗുലർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പമ്പിങ് ലെമ്മ യൂസ് ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് റെഗുലർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്: സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് 3 കൺസിക്യൂട്ടീവ് സീറോസ്. ചേർത്തുകൊണ്ട് 3 സീറോസ് വരാതെ ഉള്ള എല്ലാ സ്ട്രിങ്സിൻ്റെയും സെറ്റ് 3 സീറോസ് ചേർത്തുകൊണ്ട് വരരുത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് എൽ എന്ന് പറയുന്നത് ഒരു കുറച്ച് സ്ട്രിങ്ങുകൾ, അങ്ങനെ വരുന്ന സ്ട്രിങ്ങുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതായത് 0 3 ചേർത്ത് വരാൻ പാടില്ല. അപ്പോൾ 0 വരാം, 1 വരാം, 0 1 വരാം, 1 0 വരാം, 0 0 1 വരാം, ദെൻ 0 1 0 വരാം, 1 0 0 വരാം, 1 1 0 വരാം, 1 0 1 വരാം, 0 1 1 വരാം, 0 0 1 0 വരാം. ഇങ്ങനെ ഒരുപാട് സ്ട്രിങ്ങുകൾ വരാം. എന്താ നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? 3 കൺസിക്യൂട്ടീവ് സീറോസ് വന്നുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ലാംഗ്വേജിനകത്ത് വരുന്ന സ്ട്രിങ്ങുകൾ ഏതൊക്കെയാണെന്നുള്ളത് എഴുതി. അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്? എൽ ഇസ് റെഗുലർ എന്ന് അസ്യൂം ചെയ്യുന്നു. എൽ ഇസ് റെഗുലർ എന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇസ് ഈക്വൽ ടു എം എന്ന് അസ്യൂം ചെയ്യുന്നു. ഇസഡ് എന്ന് പറയുന്ന സ്ട്രിങ് സെലക്ട് ചെയ്യുന്നു. ദെൻ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ നമ്മൾ ആ ഇസഡിനെ സ്പ്ലിറ്റ് ചെയ്ത് യു വി ഡബ്ല്യു ആക്കി മാറ്റുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ഇസഡ് എടുക്കുന്നത് 0 0 1 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രിങ് എടുക്കാം, ആ സ്ട്രിങ് വെച്ച് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 0 0 1 എടുത്തു. എന്നിട്ട് നമ്മൾ യുന് 0, വിക്ക് 0, ഡബ്ല്യുവിന് 1 കൊടുത്തു. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്നത് 1 കൊടുത്തു. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണ്? ഐയുടെ വാല്യൂസ് അപ്ലൈ ചെയ്യണം. ഐയുടെ വാല്യൂസ് യു വി റേസ് ടു ഐ, ഓക്കെ, യു വി റേസ് ടു ഐ ഡബ്ല്യു ആണ്. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 0 കൊടുത്തു. ഐയുടെ വാല്യൂ 0 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? ഈ ടേം മൊത്തം പോയിട്ട് യു ഡബ്ല്യു, യു എന്തായിരുന്നു? 0 0 1. ഇതെന്ന് പറയുന്നത് ആ ലാംഗ്വേജിനകത്ത് എലമെൻ്റാണ്. ഈ ഒരെണ്ണം എലമെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് റെഗുലർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ അത് റെഗുലർ അല്ല എന്ന് നമുക്ക് ആ ഒരെണ്ണം വെച്ച് തന്നെ പറയാം. അതേസമയം ഒരെണ്ണം റെഗുലർ ആയാൽ നമുക്ക് പോസിബിലിറ്റിയുള്ള എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് റെഗുലർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു 0 കണ്ടീഷനിൽ ദാറ്റ് ഇസ് എ എലമെൻ്റ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ അത് റെഗുലർ എന്ന് പറയും. പക്ഷെ നമുക്ക് അവിടെ വെച്ച് നിർത്താൻ പറ്റത്തില്ല. സോ നമ്മൾ വീണ്ടും ഐയുടെ വാല്യൂ 1 കൊടുക്കുന്നു. ഐയുടെ വാല്യൂ 1 കൊടുക്കുമ്പോഴത്തേക്ക് യു വി റൈസ് 1 ഡബ്ല്യു എന്നാണ്. യു എന്ന് പറയുന്നത് 0, വി എന്ന് പറയുന്നത് 0, ഡബ്ല്യു എന്ന് പറയുന്നത് 1. ഇവിടെയും 3 കൺസിക്യൂട്ടീവ്സ് 1 വരാത്തതുകൊണ്ട് ദാറ്റ് ഇസ് എലമെൻ്റ് ഓഫ് എൽ. അപ്പോൾ വീണ്ടും എൽ ഇസ് റെഗുലർ എന്ന് പറഞ്ഞു. നമ്മൾ ഐ ഈസ് ഈക്വൽ ടു 2 കൊടുത്തു. ഐ ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ യു വി സ്ക്വയർ ഡബ്ല്യു ദാറ്റ് ഇസ് 0 0 0 1. അപ്പോൾ ഇവിടെ 3 കൺസിക്യൂട്ടീവ് 0 വന്നു. ദാറ്റ് ഇസ് നോട്ട് എലമെൻ്റ് ഓഫ് എൽ.
അപ്പോൾ അത് I = 2 എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇതെന്ന് പറയുന്നത് എന്തല്ല എന്നായി, റെഗുലർ അല്ല എന്നായി. അപ്പോൾ ഒരു കണ്ടീഷൻ ആദ്യത്തെ 0 കൊടുത്തപ്പോൾ തന്നെ നമുക്ക് റെഗുലർ എന്ന് കിട്ടി. നമ്മളത് അവിടെ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ ദാറ്റ് കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഇൻ കേസ് നമ്മൾ തുടങ്ങുമ്പോൾ എലമെൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റെഗുലർ അല്ല എന്ന് പറയാം. പക്ഷേ ആദ്യത്തെ കണ്ടീഷനിൽ റെഗുലർ ആണ് എന്നുള്ള രീതിക്ക്, എലമെൻ്റ് ആണ് എന്നുള്ള രീതിക്ക് കിട്ടിയാൽ അവിടെ വെച്ച് നിർത്തരുത്. പോസിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നോക്കുക. ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഫോൾസ് ആവുകയാണെങ്കിൽ ദാറ്റ് ലാംഗ്വേജ് ഇസ് റെഗുലർ, അല്ലെങ്കിൽ ദാറ്റ് ലാംഗ്വേജ് ഇസ് നോട്ട് റെഗുലർ. എല്ലാ കണ്ടീഷൻസിലും അത് എലമെൻ്റ് ഓഫ് എൽ ആണെങ്കിൽ റെഗുലർ. എവിടെയെങ്കിലും വെച്ചിട്ട് അത് നോട്ട് എലമെൻ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ലാംഗ്വേജ് ഈസ് നോട്ട് റെഗുലർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ അസംഷൻ വെച്ച് റെഗുലർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് റെഗുലർ ആയിരിക്കും അല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം റെഗുലർ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഓഫ് എൽ എന്നാണ് കിട്ടണമെങ്കിൽ അവിടെ വെച്ച് നിർത്തരുത്. എന്ത് ചെയ്യുക, ഐക്ക് 2 കുറച്ചുകൂടെ വാല്യൂസ് കൊടുത്ത് നോക്കുക. ഏതെങ്കിലും വാല്യൂസിൽ തിരിച്ച് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് റെഗുലർ എന്ന്. ഓക്കെ, അതാണ് ഒരു പമ്പിംഗ് ലെമ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്നത്. ദെൻ നമ്മുടെ ഒരു പമ്പിംഗ് ലെമയുടെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പമ്പിംഗ് ലെമ യൂസ് ചെയ്യുന്നത് ഒരു ലാംഗ്വേജ് റെഗുലർ ആണോ നോൺ റെഗുലർ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പമ്പിംഗ് ലെമ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ആ ലാംഗ്വേജ് നോക്കുക, ആ ലാംഗ്വേജിനകത്ത് വരുന്ന സ്ട്രിങ്ങുകളെല്ലാം എഴുതുക. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് റെഗുലർ ആണ് എന്ന് അസ്യൂം ചെയ്യുക. അതിൽ നിന്നൊരു സ്ട്രിങ് എടുക്കുക. അതിനകത്ത് വരുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നമ്മുടെ പമ്പിംഗ് ലെമയ്ക്കകത്ത് വരുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആ സ്ട്രിങ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് അസ്യൂം ചെയ്തുകൊണ്ട് സ്ട്രിങ്ങിനെ നമ്മൾ UVW ആയിട്ട് ബ്രേക്ക് ചെയ്തു. അതിനകത്തുള്ള 2 കണ്ടീഷൻസ് ലെങ്ത് ഓഫ് വിയും ലെങ്ത് ഓഫ് UVയും എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്തു. മൂന്നാമത്തെ കണ്ടീഷനിലാണ് നമ്മൾ ശരിക്കും റെഗുലർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ UVW ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിലും നമ്മൾ ജനറൽ ചെക്ക് ചെയ്യുന്നത് UV⁻IW എന്ന് പറയുന്നത് എലമെൻ്റ് ഓഫ് എൽ ആണെങ്കിൽ റെഗുലർ, അല്ല എങ്കിൽ നോട്ട് റെഗുലർ. ഓക്കെ, അപ്പോൾ ഒരു പമ്പിംഗ് ലെമയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് റെഗുലർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പമ്പിംഗ് ലെമ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന കണ്ടീഷൻസാണ് ഫസ്റ്റ് പറയുന്നത്. ആദ്യം എല്ലാം അസ്യൂം ചെയ്തിട്ട് വന്നിട്ട് ഈ ഒരു സംഭവം മാത്രം നമ്മൾ പ്രൂവ് ചെയ്ത് നോക്കും. ഈ സംഭവം കറക്റ്റായിട്ട് എലമെൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് റെഗുലർ, അല്ല എങ്കിൽ ദാറ്റ് ഈസ് നോട്ട് റെഗുലർ. അപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ റെഗുലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പമ്പിംഗ് ലെമ. ഓക്കെ, hope you understand.